അസ്സലാമലൈക്കും മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് കൂരിക്കറി കേട്ടോ, ഏട്ടക്കറി. അതിനുള്ള ഏട്ടപ്പി ഞാൻ ഇവിടെ നന്നാക്കി വെച്ചിട്ടുണ്ട്. ഏട്ടമുട്ടയൊക്കെ ഉണ്ട്. ഇത് ക്ലീൻ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മക്കൾക്ക് ഞാൻ പറഞ്ഞു തരാം. അറിയാത്തവർക്ക് അറിയുന്നവർ ഒരുപാട് പേരുണ്ടാവും. എന്നാലും ചില കുട്ടികൾക്ക് സംശയമൊക്കെ ഉണ്ടാവും, എങ്ങനെ നന്നാക്കാൻ അറിയാത്ത മക്കൾ വാങ്ങാതെക്കും. അപ്പോൾ അതിലേക്ക് ആവശ്യമായത് നമ്മൾ കുടപ്പുളി എടുത്ത് നല്ല ചെറുതാക്കി കീറി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് വെളിച്ചെണ്ണയാണ്. പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഉലുവ ആവശ്യമുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട മസാലപ്പൊടികളാണ് 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 3/4 ടീസ്പൂണോളം ഞാൻ പിന്നെ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പൊടികൾ കുറവാണ്. കൂരി 2 കൂരിയേ ഉള്ളൂ കേട്ടോ, 1/2 കിലോ ഉള്ളൂ. അപ്പോൾ അതിലേക്ക് പിന്നെ ആവശ്യത്തിനുള്ള ഇഞ്ചി, പിന്നെ വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട്, 2-3 പച്ചമുളക്, കറിവേപ്പിലയുണ്ട്, പിന്നെ ഉള്ളി ചെറുതായിട്ട് ഒരു പിടി ഉള്ളി നന്നാക്കി ചെറുതാക്കി അരിഞ്ഞതുണ്ട്. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ്. ഇനി നമുക്കിത് എങ്ങനെയാണ് പാകം ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് ഇവിടെ ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചട്ടി ഒന്ന് ചൂടാവട്ടെ. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടായി വരുന്നുണ്ട് മക്കളെ. നമുക്ക് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. വെളിച്ചെണ്ണയാണ് ഏറ്റവും ടേസ്റ്റ് കൂടുതൽ. അപ്പോൾ വെളിച്ചെണ്ണ ചേർക്കാൻ ശ്രദ്ധിച്ചുകൊണ്ടു. എപ്പോഴും നിങ്ങൾ വെളിച്ചെണ്ണ ചേർത്തിട്ടാണ് കൂരിക്കറി, അതേപോലെ തെരണ്ടി, സ്രാവ് ഇതൊക്കെ വയ്ക്കുമ്പോൾ ഈ രീതി തന്നെയാണ് വയ്ക്കുക. സെയിം രീതിയിൽ തന്നെയാണ് വയ്ക്കുക. അപ്പോൾ അത് ശ്രദ്ധിച്ചാൽ മതി. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ, കുറച്ച് മതി, അധികമൊന്നും വേണ്ട കേട്ടോ. അതുകൊണ്ട് കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കാം. എണ്ണ ചൂടാവണുള്ളൂ. അപ്പോൾ ഉലുവ ഇട്ടുകൊടുത്ത് ഉലുവ പൊട്ടൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം അതിലേക്ക് ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചതാണ് ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ ഇവിടെ മുളക് പൊളിച്ചിട്ടുണ്ടായില്ല, അപ്പോൾ ഇത് രണ്ടായിട്ടൊന്ന് ഇങ്ങനെ പൊളിച്ച് വെക്കത് നമ്മുടെ മുളകിൽ തന്നെ ഉണ്ടായതാണ്. ഞാൻ 1 മാസം ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ, നോമ്പായിട്ട് മക്കളുടെ അടുത്തൊക്കെ ഇരുന്ന്. ഒറ്റയ്ക്ക് താമസിക്കുന്നതുകൊണ്ട് നോമ്പിന് ഭയങ്കര ബുദ്ധിമുട്ടായതുകൊണ്ട് മക്കളുടെയൊക്കെ പോയി നിൽക്കിയിരുന്നു. അപ്പോൾ മുളകിനൊന്നും വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറ്റിയില്ല. അപ്പം മുളകൊക്കെ മുരടിച്ച് പോയി. അപ്പം നമുക്ക് ഈ വെളുത്തുള്ളി ഇട്ടിട്ട് ഇതൊന്നങ്ങോട്ട് വഴന്ന് വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി മൂക്കുന്നതിനനുസരിച്ച് നമ്മുടെ ഉലുവയൊക്കെ അങ്ങോട്ട് കൊട്ടു കേട്ടോ. പിന്നെ കൂരി നന്നാക്കുന്നത് ഞാൻ പറഞ്ഞു തരാമെന്ന് പറഞ്ഞിരുന്നു. ചില മക്കൾക്കൊന്നും അറിയില്ല. ഇപ്പോഴത്തെ മക്കളല്ലേ, അവർക്ക് പല സമയത്തിറക്കും ഒക്കെ ആയതുകൊണ്ട് കോരി കൂട്ടുന്ന ഇഷ്ടം ഉണ്ടാവും. വീട്ടിൽ ചെന്നാൽ വീട്ടിൽ ഉമ്മച്ചിയൊക്കെ വെച്ച് കൊടുത്തിട്ടായിരിക്കും ഒരു കൂട്ടുക. ഉമ്മച്ച മേടിച്ചാൽ അവർക്ക് നന്നാക്കാൻ അറിയില്ല എന്നുള്ള ഒരു പിന്നെ അതിനൊന്നും വിഷമിക്കണ്ട. അതിന് നമുക്ക് കൂരിമീൻ വാങ്ങിയിട്ട് മുള്ളൊന്നും കയ്യിൽ കുത്താതെ നിങ്ങളൊരു കത്രി കൊണ്ട് അതിൻ്റെ മുള്ളുകളൊക്കെ കട്ട് ചെയ്ത് കളയാം കേട്ടോ. എന്നിട്ട് ഒരു ചട്ടിയിലോ ഒരു പരന്നേതെങ്കിലും ഒരു പാത്രത്തിലോ കുറച്ച് വാളംപുളി, നമ്മുടെ പുഴുപുളി ഉണ്ടല്ലോ, വാളംപുളി പുളിങ്ങ വെള്ളത്തിലിട്ടിട്ട് പുളി ശരിക്കും ഞരണ്ടി പിഴിയണം കേട്ടോ. എന്നിട്ട് ആ പുളിവെള്ളത്തിലേക്ക് ഈ മുള്ളൊക്കെ വെട്ടിയ ഏട്ടേനെ അല്ലെങ്കിൽ ഈ കൂരിക്കുട്ടികളെ അതിലേക്ക് ഇട്ട് കൊടുക്കണം. ഞാൻ പറയാം ഇതൊന്നും ഇതിലേക്ക് നമ്മുടെ വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ പോകുന്ന ഒരുവിധം മൂപ്പായി വരുന്നുണ്ട്. അതിലേക്ക് നമുക്ക് ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം കേട്ടോ. സവാള ചിലർ സവാള ചേർക്കും. എനിക്ക് പിന്നെ മീൻ കറിയിൽ സവാള ചേർക്കണം അധികം ഇഷ്ടമല്ല, പ്രത്യേകിച്ച് ഇങ്ങനത്തെ കറികളിൽ. അപ്പോൾ ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത് ഇഷ്ടം. അപ്പോൾ ചെറിയ ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ചെറുള്ളിയുടെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് വേപ്പില, ആ വേപ്പിലയും കുറച്ചങ്ങോട്ട് ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതൊന്ന് നല്ലോണം വാടിക്കട്ടെ. അപ്പോഴത്തേന് ഞാൻ മീനിൻ്റെ ക്ലീൻ ചെയ്യുന്നതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞുതരാം. പിന്നെ അപ്പോൾ മീൻ നമ്മൾ പുളിവെള്ളം ശരിക്കും പിന്നെ പിഴിഞ്ഞിട്ട് ഒരു പരന്ന പാത്രത്തിൽ വെച്ചിട്ട് അതിലേക്ക് ഈ മീൻ ഒരു 10-20 മിനിറ്റ് ഇട്ട് വയ്ക്കുക. ഈ കൂരീനെ അങ്ങനെ തന്നെ ഇട്ട് വയ്ക്കുക. എന്നിട്ട് ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ട് നിങ്ങൾ ആ കൂരി എടുത്തിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ വരണ്ടി കൊടുക്കുക. കത്തി കൊണ്ട് ഇങ്ങനെ വരണ്ടി കൊടുത്താൽ അത് ഫുള്ള് ക്ലീനാവും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കഴുകി വെച്ചേക്കണം, ഞാൻ കല്ലുമ്മേ ഉറച്ചിട്ടാണ് ഇപ്പോൾ എൻ്റെ ഈ മീൻ കഴുകി വെച്ചേക്കണത്. ഇത് ഞാൻ കല്ലിനെ ഉറച്ച് കഴുകിയ മീനാണ്. ഇതേപോലെ തന്നെ നിങ്ങൾക്ക് കൂരി വൃത്തിയായി കിട്ടും കേട്ടോ. അപ്പോൾ അതിനൊന്നും അധികം പണിയൊന്നുമില്ല. ചിലരൊക്കെ കൂരി നന്നാക്കാൻ ഭയങ്കര പണിയാണ്, അത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്നൊക്കെ പറഞ്ഞ് പേടിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ അതൊന്നും പിന്നെ നോക്കണ്ട. നമുക്ക്
രുചിയുള്ള ഭക്ഷണങ്ങൾ, നമ്മുടെ മനസ്സിനിണങ്ങിയ ഭക്ഷണങ്ങൾ നമുക്ക് കഴിക്കണമെങ്കിൽ നമ്മൾ തന്നെ റിസ്ക് എടുക്കണം. അതിലൊരു റിസ്ക്കും ഇല്ല. നിങ്ങൾ ആ മുള്ള് വെട്ടുക, പുളിവെള്ളത്തിലിട്ട് വയ്ക്കുക, എന്നിട്ട് ഇതേപോലെ കത്തി കൊണ്ട് ചുരണ്ടി അത് ക്ലീൻ ചെയ്തിട്ട് മുറിക്കുക കേട്ടോ. അത്രയേ ഉള്ളൂ. ഇത് വെറും സിമ്പിളാണ് കേട്ടോ. ഞാനൊക്കെ എൻ്റെ ചെറുപ്പപ്രായത്തിൽ തുടങ്ങി പൂരി പിന്നെ ക്ലീൻ ചെയ്യുമായിരുന്നു കേട്ടോ. ഞങ്ങളുടെ ഉമ്മിൻ്റെ ഉമ്മിച്ചിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ തന്നെ ഇരുന്ന് വീട്ടിൽ ഒരു പണിയൊക്കെ എടുത്ത് കൊടുക്കണം. ഒരു 10-12 വയസ്സ് മുതൽ ഞാൻ പൂരി ക്ലീൻ ചെയ്ത് കൊടുക്കും, മീനൊക്കെ ക്ലീൻ ചെയ്ത് കൊടുക്കുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് പേടിക്കൊന്നുമല്ല. പിന്നെ നമുക്കിതാ ഇതിങ്ങനെ മസാല ഉള്ളിയൊക്കെ ശരിക്കൊന്ന് വാടിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഈ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിൽ കിടന്നൊന്നങ്ങോട്ട് മൂപ്പ് ആവട്ടെ. ആ മഞ്ഞ മണമൊക്കെ അത് പോട്ടെ, ആ പച്ചമണമൊക്കെ അത് പോട്ടെ. പച്ചപ്പിൻ്റെ മണമൊക്കെ അത് പോയിട്ട് ചിലവരിത് പൊടി വറുത്തിട്ട് അരയ്ക്കും. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് പെട്ടെന്ന് കറി തയ്യാറാക്കാൻ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നമ്മുടെ ആ മസാലകളെല്ലാം അതിൽ കിടന്ന് മൂത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. കലമിട്ടൊക്കെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഉപ്പ് കുറവുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഇടാം കേട്ടോ. നോക്കിയിട്ട് ഇടാം. ഞാൻ അങ്ങോട്ട് ശരിക്കെല്ലാം കൂടി മൂത്ത് കഴിയുമ്പോഴത്തേന് അതിലേക്ക് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. അപ്പോൾ തന്നെ ഈ തക്കാളിയൊക്കെ ഇട്ട് ഇങ്ങനെ വരുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ മണം കേട്ടാൽ തന്നെ ഉണ്ടല്ലോ നല്ല ഒരു ഇതാണ് കേട്ടോ. കരിയാൻ സമ്മതിക്കരുത് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഈ പുളി എടുത്ത് വെച്ചത് അതിലേക്ക് കൊടുക്കാം കേട്ടോ. ഇതുണ്ടോ 3 പുളി ഞാൻ ചെറുതായിട്ടല്ല കൊടുക്കാം. എന്നിട്ട് തിളച്ചിട്ട് പുളി കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പുളി ഇങ്ങനെ എടുത്ത് മാറ്റി വയ്ക്കാം കേട്ടോ. അപ്പോൾ കാണും എത്ര പെട്ടെന്ന് ഒക്കെ ആവുന്നുണ്ട് നോക്കിയേ. അപ്പം നമ്മുടെ മസാലയൊക്കെ ഒന്ന് വേവട്ടോ ശരിക്ക്. അപ്പം നമ്മുടെ പിന്നെ മസാലയൊക്കെ ശരിക്ക് വഴന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. എനിക്ക് ഇവിടെ ചാറധികം വേണ്ട, ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. ഇതന്നെ 2-3 ദിവസം കൊണ്ടേ കഴിയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള ചാറ് കൂട്ടി കൊടുത്തോണ്ടു. അപ്പോൾ അധികം ആൾക്കാരുള്ളവരാണെങ്കിൽ അതിനനുസരിച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയൊക്കെ കൂട്ടി അതിനനുസരിച്ചിട്ട് ചാറ് ഉണ്ടാക്കിക്കോട്ടോ. ഇനി ഇത് ഒന്ന് തിളച്ചിട്ട് നമുക്കിതിലേക്ക് മീനിടാം. അപ്പം നമ്മുടെ ചാറൊക്കെ തിളച്ച് വരുന്നുണ്ട്. അതിലേക്ക് നമ്മുടെ മീൻ കഷ്ണങ്ങളൊക്കെ പറക്കിയിട്ട് കൊടുക്കട്ടോ. കഷ്ണങ്ങളൊക്കെ ശരിക്ക് അരപ്പിൽ മുങ്ങി കിടക്കണം കേട്ടോ. അതിൻ്റെ മുളകും പുളിയൊക്കെ ശരിക്ക് പിടിക്കാൻ വേണ്ടിയിട്ട്. എന്താണ് എഴുതിയത്? വേപ്പിലയാണ് കേട്ടോ. എന്താ ഇനി നമ്മുടെ മുട്ടകൾ ഒരു സൈഡിലേക്ക് അത് ഞാൻ വെച്ച് കൊടുത്തു കണ്ടോ. നമുക്കിതൊക്കെ ഒന്ന് താഴ്ത്തി വെച്ച് കൊടുക്കാം. നമ്മുടെ ഇനി ഇത് ചെറിയ നല്ലോണം തിളച്ച് കഴിയുമ്പോൾ ചെറിയ തീയിലിട്ട് അങ്ങോട്ട് വേവിച്ചെടുക്കുക. നമുക്കിതിൽ അധികം പണികളൊന്നുമില്ല മക്കളെ. ഫോൺ ഓഫായി പോകുകയാണെങ്കിൽ ഞാൻ മുൻകൂട്ടി ഇങ്ങോട്ട് പറഞ്ഞേക്കാം. എൻ്റെ ഫോൺ ഓഫായി പോകും. അങ്ങനത്തെ ഒരു വീഡിയോ ഇടാൻ കഴിയണില്ല. ഒരുപാട് വീഡിയോകൾ ഞാൻ പിടിക്കുന്നുണ്ട്. ഇപ്പോൾ പെരുന്നാളിൻ്റെ സമയത്തൊക്കെ ഒരുപാട് വീഡിയോകൾ ഞാൻ പിടിച്ചു. പക്ഷെ ഒന്നും ശരിയാവില്ല. 2-3 മിനിറ്റ് ആകുമ്പോഴത്തേനും ഫോൺ ഹാങ്ങായി പോവും. അങ്ങനെ എല്ലാ വീഡിയോകളും പോകുകയാണ്. എൻ്റെ ഫോണിൻ്റെ കേടാട്ടോ. അല്ലാതെ പിന്നെ നമുക്കെന്ന് പറഞ്ഞാൽ വലിയ സൗകര്യങ്ങളും ഇതൊന്നും ഇല്ല മക്കളെ. ഞാൻ 7 സെൻറ്റിൽ ഈ ഒരു കുഞ്ഞു പെരയിലാണ് ഡൈവേഴ്സായിട്ട് നിൽക്കുന്നതാണ്. മക്കളുണ്ട് 2 പേരും വേറെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ജീവിതം എങ്ങനെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഇനി ഇത് ശരിക്കും കറിയൊന്ന് വേവട്ടെ, നമുക്ക് അടച്ച് വയ്ക്കാം. അപ്പോൾ ഇനിയിത് ഒരു അരമണിക്കൂർ ആകുമ്പോഴത്തേക്കും നല്ലോണം വേഗം വീട് നിന്ന് പോവുകയാണെങ്കിൽ ഞാൻ പറയുകയാണ്. വെന്ത് കഴിയുമ്പോൾ നമ്മൾ ഈ മൂടി തുറന്ന് കഴിഞ്ഞിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണ മുകളിൽ ഒഴിച്ച് കൊടുക്കുക. വീഡിയോ നിന്ന് പോയിട്ടില്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്താൽ നമ്മുടെ കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. വേറെ ഒന്നും ചെയ്യാനില്ല കേട്ടോ. നല്ല അടിപൊളി
കൂരിക്കറിയാണ്. നിങ്ങളെല്ലാവരും വെച്ച് നോക്കണം. ഞങ്ങളെപ്പോഴും വെക്കുന്നതാണ്. ഞാൻ പറഞ്ഞ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ വെക്കുന്ന കറിയാണ്. അപ്പോൾ എല്ലാവരും വെച്ച് നോക്കണം. പിന്നെ എന്നിട്ട് നിങ്ങൾ അറിയിക്കണം കേട്ടോ. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. പിന്നെ നിങ്ങൾ സഹകരിക്കണം കേട്ടോ. പിന്നെ ഇതിൽ എന്തെങ്കിലുമൊക്കെ നിങ്ങൾ വെച്ചിട്ട് എന്തെങ്കിലും നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ നന്നായിട്ടില്ല എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റ് ചെയ്യണം. എനിക്ക് വലിയ പരിചയമൊന്നുമില്ല കേട്ടോ എങ്ങനെ ഇതൊക്കെ പറയാമെന്നൊന്നും, എന്നാലും അറിവിന് വെച്ചിട്ട് പറയുകയാണ്. അപ്പോൾ എല്ലാ മക്കൾക്കും ബായ്.